വലിയ എളിമയുള്ള മനുഷ്യനായിരുന്നു യോഹന്നാൻ. വരാനിരിക്കുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും താൻ യോഗ്യനല്ല എന്ന് തൻ്റെ ഐഡൻറ്റിറ്റിയെ നിർവചിച്ച ഒരാൾ. മാത്രവുമല്ല, അദ്ദേഹം ഒരിക്കൽ പോലും വരുന്ന ആളുകളുടെ നിലവാരമനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സ്ഥാനമനുസരിച്ച് തൻ്റെ മെസ്സേജിനെ ഡൈല്യൂട്ട് ചെയ്യാൻ തയ്യാറായ ഒരാളുമല്ല. സത്യസന്ധനും വിശ്വസ്തനുമായിരുന്നു അദ്ദേഹം. ഇങ്ങനെയുള്ള യോഹന്നാൻ്റെ മേലാണ് ദൈവത്തിൻ്റെ അരുളപ്പാട് കടന്നു വരുന്നത്. മാനസാന്തരപ്പെടാൻ യോഹന്നാൻ ഈ ജനതയോട് ആവശ്യപ്പെട്ടു. കാരണം മാനസാന്തരപ്പെട്ട ഒരു ഹൃദയത്തിലേക്കാണ് ക്രിസ്തുവിൻ്റെ രക്ഷ കടന്നു വരുന്നത്. അതുകൊണ്ട് മാനസാന്തരപ്പെടുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷത്തിന് വേണ്ടി, യേശുവിന് വേണ്ടി ഹൃദയത്തെ ഒരുക്കിയത്. ഇത് നമുക്ക് വളരെയധികം ബാധകമാണ്. ഈശോ പറയുന്നുണ്ട്, ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ചുങ്കക്കാരും പാപികളുമാണ് യേശുവിനെ പെട്ടെന്ന് സ്വീകരിക്കുന്നത്.